നമസ്കാരം. നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് സർക്കാർ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ആ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കില്ല എന്നും നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ക്ഷേമ പെൻഷനുകൾ കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. 1600 രൂപ എന്നത് 2000 രൂപയാക്കിയാണ് ഉയർത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം കൂടി ഉണ്ടാകുന്നുണ്ട്. അത് ഏതെങ്കിലും ക്ഷേമ പദ്ധതികളുടെ ഭാഗമല്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ നൽകും എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്നതുകൊണ്ട് തന്നെ ഇതൊരു ഇലക്ഷൻ ബമ്പർ മാത്രമാണ് എന്ന് രാഷ്ട്രീയ എതിരാളികൾ വിമർശനം ഉന്നയിച്ചേക്കാം. അത് എന്തു തന്നെയാണ് എങ്കിലും ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമകരമാകുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും ഏത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാലും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി. ആശമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. ഒരു പദ്ധതിയിലും അംഗമല്ലാത്ത സ്ത്രീകൾക്ക് മാസം 1000 രൂപ. യുവാക്കൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി DA കൂട്ടി. പ്രഖ്യാപനങ്ങൾ നവംബർ 1 മുതൽ. PM ശ്രീയിൽ CPIക്ക് കീഴടങ്ങി സർക്കാരും CPIM. പരിശോധനയ്ക്കായി 7-അംഗ മന്ത്രിസഭാ ഉപസമിതി. CPI മന്ത്രിമാരായ P പ്രസാദും K രാജനും സമിതിയിൽ. റിപ്പോർട്ട് വരും വരെ തുടർ നടപടികൾ മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയക്കും. ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. LDFന്റെ വിജയമെന്ന ബിനോയ് വിശ്വം. ISRൽ എതിർപ്പുമായി കേരളം. നവംബർ 5-ന് സർവകക്ഷി യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി. നിയമവഴി തേടാൻ CPIM-ഉം കോൺഗ്രസും. SIR നടപ്പാക്കുന്നത് നീട്ടിവെക്കരുതെന്ന് BJP. ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അമിത്ഷായുടെ സ്ഥിരീകരണം ന്യൂസ് 18-നോട്. 3-2 ഭൂരിപക്ഷത്തോടെ NDA അധികാരത്തിൽ വരുമെന്നും പ്രഖ്യാപനം. രാഹുൽ ഗാന്ധിക്ക് രൂക്ഷ വിമർശനം. കലൂർ സ്റ്റേഡിയം ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് മുഖ്യമന്ത്രി. സ്റ്റേഡിയം കൈമാറ്റത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്ന് GCDA ചെയർമാൻ K ചന്ദ്രൻ. ഷാഫി പറമ്പിലിനെതിരെ നിയമ നടപടിക്ക് വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് റൂറൽ SP-യോട് അനുമതി തേടി. അഭിലാഷിന്റെ അപേക്ഷ SP DGPക്ക് കൈമാറി. MP അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപണം. നാശം വിതച്ച മൊന്ത ചുഴലിക്കാറ്റിൽ ആന്ധ്രയിൽ 6 മരണം. ദുർബലമായ ചുഴലിക്കാറ്റ് തീരം വിട്ടു. ഒഡീഷയിൽ കനത്ത കാറ്റും മഴയും. കേരളത്തിലും മഴ. ദേശീയപാത 85-ൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത. और ये तस्वीर इस समय आपको दिखा रहे हैं जब टेक ऑफ इस समय विमान कर चुका है राफेल, जिसमें राष्ट्रपति द्रौपदी मुर्मू इस समय. ചരിത്രം കുറിച്ച് രാഷ്ട്രപതി റഫാൽ യുദ്ധവിമാനത്തിൽ പറന്നു. യാത്ര ഹരിയാനയിലെ അംബാല എയർബേസിൽ നിന്ന്. രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്നത് 2ാം തവണ. തെരഞ്ഞെടുപ്പിന് മുമ്പ് വൻ പ്രഖ്യാപനങ്ങൾ.
തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനം. ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ 1600 രൂപ എന്നത് 400 രൂപയാണ് വർദ്ധിപ്പിച്ചത്. മാസങ്ങളായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയത്തിൽ 1000 രൂപയുടെ വർധനവും വരുത്തിയിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരുന്നു ബജറ്റ് അവതരണത്തിന് സമാനമായ സർക്കാരിന്റെ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിനി ബജറ്റിന് സമാനമായ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ക്ഷേമ പെൻഷൻ തുക 1600 നിന്ന് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി എന്നത് തന്നെയാണ്. ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. പ്രതിവർഷം 2000 രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം 13,000 കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കിവെക്കുന്നത്. അതോടൊപ്പം DA/DR കുടിശ്ശിക 1 ഗഡു കൂടി കൂട്ടി നൽകും. അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം 1000 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിനിടെ ആശാ വർക്കർമാർ ഏതാണ്ട് കഴിഞ്ഞ 200-ലധികം ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പലതവണ അവരുമായി ചർച്ച നടത്തിയിട്ടും പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് എത്തിയിരുന്നില്ല. അവർക്ക് 1000 രൂപ കൂടി ഓണറേറിയമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിനാൽ സമരം തുടരുമെന്ന നിലപാടിലാണ് ആശാ വർക്കർമാർ. പക്ഷേ സർക്കാരിന് കൃത്യമായി പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ കൃത്യമായി ഒരു നിലപാട് പറയാൻ ഈ 1000 രൂപ കൂട്ടി നൽകിയത് ഒരു കാരണമായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചെലവാകുന്നത്. പ്രീ പ്രൈമറി ടീച്ചർമാരുടെ വേതനം 1000 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം നെല്ല് സംഭരണ വിലയും കൂട്ടിയിരിക്കുകയാണ്. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയാക്കിയിരിക്കുന്നു. അതോടൊപ്പം സപ്ലൈകോയ്ക്ക് 110 കോടി രൂപയുടെ സഹായം നൽകിയിരിക്കുന്നു. ഇങ്ങനെ 8ഓളം പ്രധാനപ്പെട്ട ജനക്ഷേമ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ചർച്ചയാകാൻ പോകുന്നതും അത് LDFന് അനുകൂലമായി മാറുമെന്ന് സർക്കാർ തന്നെ വിലയിരുത്തുന്നതും ക്ഷേമ പെൻഷൻ 1600 നിന്ന് 2000 രൂപയാക്കിയതാണ്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ക്ഷേമ പെൻഷന്റെ തുക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 2000-ൽ നിന്ന് വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ബാധ്യത വരുന്നതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഞങ്ങൾ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. അപ്പോൾ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ചവറ്റ് കിടക്കുകയാണ്, ഖജനാവില്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ അതിനേക്കാളും കൂടുതൽ വർധനയാണ്. ഇപ്പോൾ 1,75,000 കോടി ശരാശരി ഒരു വർഷം ചെലവാക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നന്നായി പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല തുക ബാധ്യത വരും. ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും. വരുന്ന നവംബർ 1-ന് കേരള പിറവി ദിനത്തിൽ ഈ പ്രഖ്യാപനങ്ങളും ആനുകൂല്യങ്ങളും പ്രാബല്യത്തിൽ വരുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ധനമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിയത് എന്നും ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ടു പോകും എന്നുമാണ് മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചെലവ് 30,000 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നും പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കുമെന്ന് ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എല്ലാം പ്രതിസന്ധികളും പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനം കൂടിയാണ് മന്ത്രി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ചത്. ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ബാധ്യത വരുന്നതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഞങ്ങൾ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. അപ്പോൾ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ചവറ്റ് കിടക്കുകയാണ്, ഖജനാവില്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും
കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ അതിനേക്കാളും കൂടുതൽ വർധനയാണ്. ഇപ്പോൾ 1,75,000 കോടി ശരാശരി ഒരു വർഷം ചെലവാക്കുന്ന തരത്തിലേക്ക് വന്നു. യെസ്, അതായത് ബജറ്റ് പ്രഖ്യാപനത്തിന് സമാനമായ തരത്തിൽ തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂചിപ്പിക്കുന്നത് പോലെ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് നേട്ടമുണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് സർക്കാർ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യം പറഞ്ഞത്. അടുത്ത തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമെന്നും പ്രഖ്യാപനങ്ങൾ നടപ്പാക്കേണ്ടത് അടുത്ത സർക്കാരാണ് എന്നും ആണ് രമേശ് ചെന്നിത്തല വിമർശിച്ചത്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കഴിഞ്ഞ 9 വർഷവും ആർക്കും ഒരു ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെൻറ്റാണ്. മാത്രമല്ല ജനങ്ങളുടെ തലയിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ്. കൂടുതൽ നികുതികൾ അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. 4-ാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയല്ല ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ്. തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ്. അപ്പോൾ ഇതൊരു ഒരു തട്ടിപ്പാണ്. ഇത് തട്ടിപ്പാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച നടപടിയിൽ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് കർഷക തൊഴിലാളി യൂണിയൻ. വാക്ക് പാലിക്കുന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിന്റെ സർക്കാരുകൾ രചിക്കുന്നത് എന്ന് KSKTU പ്രസ്താവനയിലൂടെ അറിയിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോഴാണ് 62 ലക്ഷത്തിലേറെ പാവങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കരുതലാകുന്നത്. ജനങ്ങൾ സർക്കാരിന് തുടർച്ചയേകാനുള്ള ശ്രമങ്ങളിൽ കൈകോർക്കും എന്നും KSKTU വ്യക്തമാക്കി. PM ശ്രീയിൽ വിജയിച്ചത് CPI. ഒരുപക്ഷെ സർക്കാരിൻ്റെ ഈ ജനകീയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ആദ്യത്തെ വാർത്തയായി തന്നെ നൽകേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളായിരുന്നു. മന്ത്രിസഭാ ഉപസമിതി പദ്ധതി പരിശോധിക്കുമെന്നും റിപ്പോർട്ട് വരും വരെ പദ്ധതി മരവിപ്പിക്കും എന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. 7-അംഗ മന്ത്രിസഭാ ഉപസമിതിയാണ് പദ്ധതി പരിശോധിക്കുക. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായ സമിതിയിൽ CPIയുടെ 2 മന്ത്രിമാരും ഉൾപ്പെടുന്നുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ്. ആ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരമൊരു സബ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ, പിന്നെ K രാജൻ, പ്രസാദ് അഗ്രികൾച്ചർ മിനിസ്റ്റർ, നിയമമന്ത്രി P രാജീവ്, റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, AK ശശീധരൻ, ഇങ്ങനെ 7 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ PM ശ്രീ പദ്ധതി മരവിപ്പിച്ച് നിർത്തുമ്പോൾ അതിന് കാരണം CPIയുടെ നിലപാട് തന്നെയാണ്. എന്നാൽ വിജയപരാജയങ്ങളുടെ കണക്കെടുക്കാൻ ഇല്ല എന്നും ഇത് ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയം എന്നുമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. അങ്ങനെ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കെടുക്കാൻ CPI ഇല്ല. CPI പറയും വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFന്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ്. എങ്കിലും ഒരു നയപരമായ കാര്യത്തിൽ CPI ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പുവെച്ച 7-ാം നാൾ ആണ് സംസ്ഥാന സർക്കാർ
ഈ നീക്കത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും പിൻവാങ്ങിയത്. CPI ഉയർത്തിയ ശക്തമായ പ്രതിഷേധമാണ് സർക്കാരിൻ്റെ ഈ പിന്നോട്ടു പോക്കിന് കാരണം. സംസ്ഥാനത്തെ ഇടതുമുന്നണി രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുലച്ച വിവാദത്തിനാണ് ഇന്ന് രമ്യമായ പരിഹാരം നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ മുതൽ നാടകീയ നീക്കങ്ങളായിരുന്നു. രാവിലെ മാസ്കറ്റ് ഹോട്ടലിൽ CPM-ന് ജനറൽ സെക്രട്ടറി MA ബേബിയും അതുപോലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ ബ്രേക്ക്ഫാസ്റ്റ് ചർച്ചയിലാണ് ഈ മഞ്ഞുരുകലിന്റെ തുടക്കമായത്. ഇന്നലെ തന്നെ ഇതിൽ MA ബേബി ഇടപെട്ടിരുന്നു. ഇന്ന് അടിയന്തരമായ ഒരു സംസ്ഥാന സെക്രട്ടറി യോഗം ചേരാൻ സംസ്ഥാന നേതൃത്വത്തോട് നിർദ്ദേശിച്ചു. പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശവും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി MA ബേബി നൽകി. CPI കേന്ദ്ര നേതൃത്വവുമായി ബേബിയുടെ തുടർച്ചയായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ ചർച്ചയിൽ ഈ എന്താണോ സർക്കാർ കേന്ദ്രത്തെ അറിയിക്കാൻ പോകുന്ന ആ ഒരു കത്തിന്റെ കരട് ബിനോയ് വിശ്വത്തിന് MA ബേബി കൈമാറി. പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന അഭ്യർത്ഥനയും അദ്ദേഹം മുന്നോട്ട് വച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ CPI തങ്ങളുടെ ഓഫീസിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നു. അതേ സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ ജനറൽ സെക്രട്ടറി ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒക്കെ പങ്കെടുത്തുകൊണ്ട് CPM-ന്റെ നിർണായകമായ നേതൃയോഗം AKG സെന്ററിലും ചേർന്നു. അക്കാര്യങ്ങൾ CPI നേതൃത്വത്തെ അറിയിച്ചു. CPI-യുടെ അവൈലബിൾ സെക്രട്ടറിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോയില്ല. അതിനിടയിൽ ഈ നേതാക്കൾ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ AKG സെന്ററിൽ CPM നേതാക്കളുമായി മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിനൊടുവിലാണ് CPI ML സ്മാരകത്തിലേക്ക് മടങ്ങി വന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. ഈ സർക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ CPM മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചുവെങ്കിലും അത് അംഗീകരിക്കാൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിനപ്പുറത്തേക്ക് വിവാദം നീട്ടിക്കൊണ്ടുപോകുന്നത് മുന്നണിക്ക് ഗുണം ചെയ്യില്ല. ഈ സർക്കാർ CPM പറഞ്ഞതുപോലെ ഈ കേന്ദ്രത്തിൽ നൽകുന്ന കത്തിൽ PMC പദ്ധതിയുടെ തുടർ നടപടികൾ മരവിപ്പിക്കാനും ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിക്കാനുമുള്ള തീരുമാനം അംഗീകരിക്കുകയായിരുന്നു CPI-യും. തുടർന്നാണ് 4 മന്ത്രിമാരും CPI ആസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഈ നോർത്ത് ബ്ലോക്കിലുള്ള ക്യാബിനറ്റ് റൂമിലേക്ക് എത്തിയത്. മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച CPI മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. വിവാദങ്ങൾക്ക് മറുപടി നൽകാതെ, വിവാദങ്ങളിലേക്ക് കടക്കാതെ ഇപ്പോൾ ഈ പദ്ധതി ഇവിടെ മരവിപ്പിക്കുന്നു. മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് തനിക്ക് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും അത് ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാദത്തിന്റെ അധ്യായം അടക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. മുന്നണിയെ പിടിച്ചുകുലക്കിയ ഒരു വിവാദം 45 വർഷം നീണ്ട സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ കൊള്ളക്കമുണ്ടാക്കിയ വിഷയം ഒരു രമ്യമായ പരിഹാരം തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇടതുമുന്നണിക്ക് ആശ്വാസമാണ്. അവിടെ രാഷ്ട്രീയ ജയം തീർച്ചയായും CPI-ക്കാണ്. CPI-ന്റെ തീരുമാനം തിരുത്തിക്കാൻ തക്ക തിരുത്തൽ ശക്തിയായി ഇപ്പോഴും CPI ഇടതു രാഷ്ട്രീയത്തിലുണ്ട് എന്ന് അവർക്ക് ആവർത്തിച്ചു പറയാനുള്ള അവസരം. അതേപോലെ തന്നെയാണ് MA ബേബിക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ബിനോയ് വിശ്വത്തിന് CPM-ന്റെ AKG സെന്ററിന്റെ തൊഴുത്തിൽ CPI എന്ന രാഷ്ട്രീയ പാർട്ടിയെ കെട്ടിയെന്ന വിമർശനങ്ങൾക്ക് ഒടുവിൽ അങ്ങനെയല്ല, ഒരു കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കാൻ തനിക്കും കഴിഞ്ഞുവെന്ന വ്യക്തിപരമായ ബിനോയ് വിശ്വത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമായി കൂടി ഇപ്പോഴത്തെ വിവാദങ്ങൾ മാറും. ഏതായാലും ഇടതുമുന്നണി ഒരു 1.5 ആഴ്ചയിലേറെ നീണ്ട തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ശേഷം ഒരു സമവായത്തിന്റെ സമാധാനത്തെ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. യെസ്, അതാണ് ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് ഒടുവിൽ ആണ് ഇത് ഒരു ധാരണയിലേക്ക് താൽക്കാലികമായെങ്കിലും എത്തുന്നത്. പക്ഷേ ഒരു സമിതിയെ നിയോഗിച്ചു എന്നതുകൊണ്ട് ഈ വിഷയം അവസാനിച്ചു എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. അതേസമയം മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. BJP-യും CPI-എമ്മും തമ്മിലുള്ള അന്തർധാര വ്യക്തമാണ്. MOU ഒപ്പിട്ടത് എങ്ങനെ റദ്ദാക്കും എന്നും CPI-യെ CPI-എം കളിപ്പിക്കുകയാണ് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാരയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PMC പദ്ധതി ഒപ്പിട്ടത്. ഇവരേതായാലും റദ്ദാക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. തൽക്കാലം CPI-യെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. MOU സൈൻ ചെയ്തിട്ട് റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ എവിടെ റദ്ദാക്കാനാണ്? അപ്പോൾ ഇത് തൽക്കാലം അവരെ CPI-യെ കബളിപ്പിക്കാൻ ചെയ്തൊരു പണിയായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി. അതിനകത്ത് ഒരു നേട്ടവും ഉണ്ടാവില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്ന കാര്യമാണ്. യെസ്, എന്തായാലും ഈ വിഷയത്തിൽ കേരളത്തിൽ സർക്കാർ ഒരു സമവായത്തിലേക്ക് താൽക്കാലികമായി എത്തുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വലിയ അതൃപ്തിയാണ് ഉള്ളത്. അത് SIR-മായി ബന്ധപ്പെട്ടാണ്. SIR വിഷയത്തിൽ സർവകക്ഷി യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവംബർ 5-ന് യോഗം ചേരും. SIR നടപ്പാക്കാനുള്ള തീരുമാനം ആശങ്ക ഉയർത്തുന്നതാണ് എന്നും ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിപ്പോൾ പ്രായോഗികമല്ല എന്ന്
സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അഭിപ്രായപ്പെട്ടതാണ്. അപ്പോൾ ഈ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ്. അതിന്റെ ഭാഗമായി ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നവംബർ 5 4 മണിക്ക് ആ സർവകക്ഷി യോഗം ചേരാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുമ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിയമവഴി തേടാൻ ഒരുങ്ങുകയാണ് CPIഎമ്മും കോൺഗ്രസും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ എതിർപ്പ് അറിയിച്ചു. എന്നാൽ SIR നടപ്പാക്കുന്നത് നീട്ടിവെക്കരുത് എന്ന് യോഗത്തിൽ BJP നിലപാടെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി സഹകരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചു. സ്റ്റേഡിയം നിറയെ വിവാദം. കലൂർ സ്റ്റേഡിയം വിവാദം രാഷ്ട്രീയമായി നേരിടാൻ CPIഎം. കോൺഗ്രസ് മുതലെടുപ്പിന് അവസരം ഒരുക്കരുത് എന്ന് GCDA കൗൺസിലിലെ പാർട്ടി ഫ്രാക്ഷനിൽ ധാരണയായി. സ്റ്റേഡിയം കൈമാറ്റത്തിൽ GCDAക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ചെയർമാൻ K ചന്ദ്രൻപിള്ളയും CPIഎം ജില്ലാ നേതൃത്വവും ആവർത്തിച്ചു. എന്നാൽ കരാർ പോലുമില്ലാതെ തുടരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരൂഹമാണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. വിവാദങ്ങൾക്കിടെ നടന്ന GCDA കൗൺസിൽ യോഗത്തിലേക്ക് യുവമോർച്ചയും BDJSും മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അർജന്റീന ജേഴ്സി അണിഞ്ഞ് പ്രതിഷേധവുമായി എത്തി. സംബന്ധിയായ വിവാദങ്ങൾക്ക് ഇപ്പോഴും അവസാനമാകുന്നില്ല. ടീം വരുന്നില്ല എന്ന് കൃത്യമായി അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങൾ പുതിയ ദിശയിലേക്ക് തിരിയുകയാണ്. അത് CPIഎമ്മും കോൺഗ്രസും തമ്മിലുള്ള ഒരു നേർക്കുനേരുള്ള ഒരു പോരാട്ടമായിട്ട് ഇത് മാറുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം ഇത് സംബന്ധിയായ കരാർ, ഈ സ്റ്റേഡിയം നവീകരണം ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസർ ഉണ്ടാക്കിയിട്ടുള്ള കരാർ ഉണ്ടോ അതോ ഇത് വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞുറപ്പിച്ചതാണോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത തേടുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു വിവാദമെന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ കോൺഗ്രസും CPIഎമ്മും നേർക്ക് ഓർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതിൽ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല എന്ന് GCDA കൗൺസിൽ യോഗത്തിന് ശേഷം പ്രതിപക്ഷ MLAമാരായ TJ വിനോദും ഉമാ തോമസും പറയുകയുണ്ടായി. കരാർ സംബന്ധിയായ കാര്യങ്ങൾ ഒരു ചർച്ചയും നടന്നിട്ടില്ല. എന്താണ് കരാർ? ഈ 70 കോടി രൂപയുടെ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ ഒന്നും തന്നെ ചർച്ചകൾ നടന്നിട്ടില്ല. കൗൺസിലിൽ അത്തരമൊരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുമില്ല. തങ്ങൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഈ വിശദീകരണം നൽകിയിട്ടില്ല എന്ന് അവർ പറയുകയുണ്ടായി. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് GCDA ചെയർമാൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അയാളുടെ സ്പോൺസർഷിപ്പിനെ തുടർന്ന് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ, എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, വല്ല ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. ആ സന്ദർഭത്തിൽ GCDA ചെയർമാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയും ഇല്ല. സ്പോൺസർ ഈ 30-ാം തീയതി വർക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പോകണം. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളി കൊണ്ടുവരികയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. 30-ാം തീയതി അപ്പോഴേ നടക്കുള്ളൂ. ഈ മെസ്സിയുടെ വരവുണ്ടാവില്ല എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മെസ്സി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഇതിനൊരു ഇടങ്കോലിടണ്ട എന്ന് വിചാരിച്ചത്. പക്ഷേ വരുന്നില്ല എന്നുള്ള ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്തത്. ഇതിന് ചുവട് പിടിച്ച് തന്നെയായിരുന്നു ഹൈബീഡൻ MPയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വാർത്താ സമ്മേളനം നടത്തിയത്. ഇതിൽ ഈ GCDAയിൽ ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം. എന്താണ് നടക്കുന്നതെന്ന് കായിക മന്ത്രി വ്യക്തമാക്കണം. GCDA ചെയർമാൻ കുറച്ചുകൂടി പക്വതയോടുകൂടി ആ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ഇരുവരും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 70 കോടി എന്ന് പറഞ്ഞ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏതു കരാറിന്റെ വ്യവസ്ഥയിലാണ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കുന്ന നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യക്തത എവിടെയെങ്കിലും വരുത്തുന്നുണ്ടോ എന്നതെല്ലാം തന്നെ വിശദീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുകയുണ്ടായി. അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, 70 കോടി രൂപയുടെ പ്രവർത്തനങ്ങളുടെ എസ്റ്റിമേറ്റോ അതിൻ്റെ ഡീറ്റെയിൽഡ് ബ്രേക്കപ്പ് പ്ലാനോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 70 കോടി രൂപ ഞാൻ ചെലവഴിക്കും എന്ന് പറയുമ്പോൾ
ആ 70 കോടി രൂപ ഏതെല്ലാം ഹെഡ്സിലേക്കാണ് ചെലവഴിക്കുന്നത് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവണം. എന്നാൽ കൃത്യമായി ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണ് എന്ന നിലപാടിൽ തന്നെയാണ് CPM നിലകൊള്ളുന്നത്. ഇതിൽ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് GCDയിലുള്ള CPM അംഗങ്ങളുടെ ഒരു യോഗം ചേർന്നിരുന്നു. കൗൺസിലുള്ള അംഗങ്ങളുടെ യോഗം ചേർന്നിരുന്നു. അതിൽ ഫ്രാക്ഷൻ മീറ്റിംഗിൽ ചേർന്ന കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുക. ഇത് ഇപ്പോൾ കോൺഗ്രസ് സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇത് മാറ്റുന്നുണ്ട്. അതിനെ ഒരുമിച്ച് പ്രതിരോധിക്കുക എന്ന രീതിയിലാണ് CPM നേതൃത്വമുള്ളത്. ജില്ലാ സെക്രട്ടറി S. സതീഷും ഇത് സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറുന്നു, അതിനെ തങ്ങൾ അനുവദിക്കില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് S. സതീഷ് പ്രതികരിച്ചത്. 70 കോടിയുടെ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ GCDക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൃത്യമായി അത്തരമൊരു കാര്യങ്ങളില്ല എന്ന് പറയുകയാണ് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള യോഗശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഇതിൽ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ വിശദമാക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരവും നൽകുന്നില്ല. 70 കോടി എന്ന കണക്ക് എങ്ങനെ വന്നുവെന്ന് തനിക്കറിയില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഏതായാലും എല്ലാ കാര്യങ്ങളിലും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റരുത് എന്നതാണ് K. ചന്ദ്രൻപിള്ളയും വിശദീകരിച്ചത്. സ്പോൺസർക്ക് GCDയെ കൈമാറിയിട്ടില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു PSU ആണ്. അതിന്റെ MD വിഷ്ണുരാജ് IAS ആണ്. അത് ഗവൺമെന്റ് സ്ഥാപനമാണ്. അവർക്കാണ് കൈമാറിയിട്ടുള്ളത്. ഇഷ്ടമുള്ളതും ചെയ്യാൻ പറ്റില്ല. അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ചെയ്യുന്ന ഓരോന്നും കൃത്യമായി പരിശോധിച്ച് എത്ര പണം മുടക്കി എന്ത് ചെയ്തു, ആര് പറഞ്ഞു 70 കോടി, അപ്പൊ അതിന് എനിക്കെന്താ ഉത്തരവാദിത്വം? സ്പോൺസർ 70 കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം. അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റുകൾ മാറ്റലാണ്. ലൈറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഹാലോജൻ ലൈറ്റുകളാണ്. LED വേണമായിരുന്നു, അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് ഈ കളിക്ക് വേണ്ടി സ്റ്റേഡിയം ക്വാളിഫൈ ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ്. നിങ്ങളുടെ ആവശ്യം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്, അത് ചെയ്ത് തെറ്റായി പോയി എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? അതോടൊപ്പം തന്നെ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ വലിയ മുഖം തന്നെയായിരുന്ന GCDA കൗൺസിൽ ഹാളിന് പുറത്തുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് BDJSും യുവമോർച്ചയും പ്രതിഷേധവുമായി എത്തിയിരുന്നു. യുവമോർച്ച പ്രവർത്തകർ കൗൺസിൽ നടക്കുന്ന ഈ ഓഫീസ് വളപ്പിനകത്തേക്ക് മതിൽ ചാടി കടന്ന് ഇതിനകത്തേക്ക് എത്തുകയും പിന്നീട് അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. കായിക മന്ത്രിയുടെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു. ഇതിനുശേഷമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കടന്നുവരവ്. അർജന്റീനിയൻ ജേഴ്സി അത് അണിഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് ഏതാനും പ്രവർത്തകർ ഇവിടേക്ക് മതിൽ ചാടി കടക്കുകയും ഒപ്പം തന്നെ ഈ കൗൺസിൽ ഹാളിൻ്റെ നടക്കുന്ന അതിനകത്തേക്ക് കടന്നു വരികയും ചെയ്തു. ചെയർമാൻ്റെ മുറിക്ക് മുന്നിൽ നിന്നാണ് ഇവരെ പോലീസ് നീക്കം ചെയ്തത്. അവരും ആവശ്യപ്പെടുന്നത് ഈ കരാറിൽ ഒരു വ്യക്തതയുമില്ല, ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതിനെ കൃത്യമായും കായിക കേരളത്തോട് GCDയും സർക്കാരും മറുപടി പറയണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. എന്തായാലും മെസ്സി അർജന്റീന ഇത് കൊച്ചിയിലെത്തുമോ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ലെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ അടുത്തിടെയെങ്ങും അവസാനിക്കില്ല എന്ന കാര്യത്തിൽ അത് 100% ഉറപ്പ് തന്നെയാണ്. ഇത് നീണ്ടുപോകും. വിവാദങ്ങളും ചർച്ചകളും എല്ലാം തന്നെ നീണ്ടുപോകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അതേസമയം കലൂർ സ്റ്റേഡിയം ആർക്കും കൊടുക്കില്ലെന്നും ഇപ്പോഴുള്ള ആളുകളുടെ കയ്യിൽ തന്നെ അത് ഉണ്ടാകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. മെസ്സി വരുന്ന കാര്യത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല. സ്റ്റേഡിയത്തിന്റെ കാര്യം പറയാ. സ്റ്റേഡിയം ഇപ്പൊ ആരുടെ കയ്യിലാണോ ഉള്ളത് അവരുടെ കയ്യിൽ തന്നെയായിരിക്കും. അതിന്റെ അകത്ത് ഒരു സ്വകാര്യ കമ്പനിക്കും സ്റ്റേഡിയം കൈമാറുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കളി അവിടെ നടക്കുമെന്നാണല്ലോ കണക്കാക്കിയിരുന്നത്. ഇപ്പോഴാണല്ലോ അതിന് വേറൊരു ടേൺ വന്നിട്ടുള്ളത്. ഏതായാലും ആ കളി നടക്കുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവിടെ മാറേണ്ടതുണ്ട്. അതിന് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്ത ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്താൻ വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ആ നടപടികൾ നടത്തുക എന്നല്ലാതെ സ്റ്റേഡിയം മുഴുവൻ അവർക്ക് വിട്ടുകൊടുക്കാൻ ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങനെ വിട്ടുകൊടുക്കുകയുമില്ല. ഷാഫി പറമ്പിൽ MP ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എതിരെ നിയമ നടപടിക്ക് അനുമതി തേടിയിരിക്കുകയാണ് CI ആയിട്ടുള്ള അഭിലാഷ് ഡേവിഡ്. വടകര റൂറൽ SPക്ക് നൽകിയ അപേക്ഷ DGPക്ക് കൈമാറി. പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ ആക്രമിച്ചത് അഭിലാഷ് ഡേവിഡ് ആണ് എന്നും ഇയാൾ 2 വർഷം മുന്നേ പോലീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥൻ ആണ് എന്നുമായിരുന്നു ഷാഫിയുടെ ആരോപണം. വാർത്താ സമ്മേളനത്തിൽ ഫോട്ടോ സഹിതമാണ് വടകര കൺട്രോൾ റൂം CI ആയ
അഭിലാഷിന് എതിരെ ഷാഫി ആരോപണങ്ങൾ ഉന്നയിച്ചത്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് വടകര കൺട്രോൾ റൂം CI ആയ അഭിലാഷ് ഡേവിഡിന് നേരെ ഷാഫി പറമ്പിൽ MLA ഉന്നയിച്ചത്. ഷാഫിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനായാണ് വടകര കൺട്രോൾ റൂം CI ഇപ്പോൾ ഒരുങ്ങുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് അഭിലാഷ് ഡേവിഡ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടിയിരിക്കുന്നു. വടകര റൂറൽ എസ്പിക്ക് ഇക്കാര്യം കാണിച്ച് കത്ത് നൽകുകയും ചെയ്തു. MP തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് കത്തിൽ പറയുന്നത്. ഈ കത്ത് വടകര റൂറൽ എസ്പിക്ക് DGPക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. സംഘർഷത്തിനിടെ അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചത് എന്ന് ഷാഫി പറമ്പിൽ MP ആരോപിച്ചിരുന്നു. എന്നാൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു തനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. MP അടക്കം പങ്കെടുത്ത സംഘർഷ സ്ഥലത്തേക്ക് താൻ പോയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യങ്ങൾ കാണിച്ച് വ്യാജമായി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുവെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ മാഫിയ ബന്ധം ആരോപിച്ച് തന്നെ പോലീസ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നും പറയുന്നു. തനിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ ഇക്കാര്യം സസ്പെൻഷൻ ചെയ്യുകയും പിന്നീട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി തന്നെ സേനയിൽ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിലടക്കം തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളാണ് MPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും പറയുന്നു. എന്തായാലും അഭിലാഷ് ഡേവിഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും MPയും രംഗത്തെത്തിയിരുന്നു. നടപടി ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ DYSPയുടെ വീട്ടിലേക്കടക്കം മാർച്ച് പ്രഖ്യാപിച്ച് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിലാണ് പരാതിയുമായി അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് 9 ഇനി ദേശീയ വാർത്തകളിലേക്ക് കിടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ബീഹാർ. ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. കുടുംബാധിപത്യത്തിന് ഇനി ഡൽഹിയിലും ബീഹാറിലും സ്ഥാനമുണ്ടാകില്ല. ബീഹാറിൽ NDA 3/2 ഭൂരിപക്ഷം നേടുമെന്നും പ്രധാനമന്ത്രിക്ക് എതിരായ പരാമർശത്തിലൂടെ രാഹുൽ ഗാന്ധി ഛാട്ട് പൂജയെ അപമാനിച്ചുവെന്നും അമിത്ഷാ വിമർശിച്ചു. मैं आपके चैनल के माध्यम से देश भर के दर्शकों को इतना जरूर बताना चाहता हूं कि इस बार हम 2/3 बहुमत से ज्यादा सीटें जीतकर बिहार में सरकार बनाएंगे। मैं जब 2/3 बहुमत कह रहा हूं तब हम NDA की बात कर रहे हैं। NDA का गठबंधन 2/3 बहुमत से ज्यादा सीटें जीतकर मोदी जी और नीतीश जी के नेतृत्व में यहां सरकार बनाएगा। और मैं सारे देश के दर्शकों को ये भी बताने जा रहा हूं कि मैं जितना घूमा हूं बिहार में अभी, मैं स्पष्ट रूप से देख रहा हूं कि एक वेव NDA के पक्ष में है और हमारी सीटों के मार्जिन में भी अप्रत्याशित बढ़ोतरी इस बार होने वाली है। और हम नीतीश कुमार जी के नेतृत्व में ही चुनाव लड़ रहे हैं। कोई कंफ्यूजन NDA गठबंधन में नहीं। तो इसका मतलब वही चुनाव के बाद वही मुख्यमंत्री बनेंगे? मैंने बहुत स्पष्टता से कहा है कि हम उनके नेतृत्व में चुनाव लड़ रहे हैं। യെസ്, അതോടൊപ്പം തന്നെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് BJP നേടുമെന്നും അമിത്ഷാ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ബീഹാറിലേക്ക് തന്നെയാണ്. അവിടെ ഇതാ NDA അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിക്കുന്നു അമിത്ഷാ. അതോടൊപ്പം കേരളത്തിൽ 25% വോട്ട് BJP നേടും എന്നാണ് അമിത്ഷാ പറയുന്നത്. നേരത്തെ തന്നെ കേരളത്തിലെത്തിയ അമിത്ഷാ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഫോക്കസ് ചെയ്യണം. ഒരുപക്ഷെ വളരെ പ്രമുഖരായ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണോ അമിത്ഷാ? അഭിലാഷ്, ന്യൂസ് 8 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ അമിത്ഷാ വിശദീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ വീണ്ടും NDA അധികാരത്തിൽ വരുമെന്ന് ആവർത്തിച്ച് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം ബീഹാർ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള കാര്യത്തിൽ ചില അനിശ്ചിതത്വം NDA സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അതായത് നിതീഷ് കുമാർ തന്നെ ആകുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒഴിഞ്ഞു മാറിയിരുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ബീഹാറിലെത്തി പര്യടനം നടത്തിയപ്പോഴും മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച്
ചില പരാമർശങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ JDU അക്കാര്യം പ്രതീക്ഷിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിതീഷ് കുമാർ ആ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയും പ്രധാനമന്ത്രിയും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താത്ത രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. 3-2 ഭൂരിപക്ഷം നേടി NDA ബീഹാറിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് വന്നത്. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെയും വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഇത്തരത്തിൽ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. ചട്ട്പൂതിയെ അപമാനിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരായ പരാമർശം അദ്ദേഹം ചേർത്ത് വായിക്കപ്പെടുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ കാലയളവിൽ ഇത്തരത്തിൽ മഹാസഖ്യം എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സഖ്യമാണ്. അതായത് ഒരു തട്ടിക്കൂട്ട് സഖ്യമായി മഹാസഖ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രീതിയിലും അവർക്ക് വിജയിക്കാൻ ആകില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. അതിനിടയിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ വിജ്ഞാപനമടക്കം പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു സുപ്രധാനമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് 25% വോട്ട് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അദ്ദേഹം BJP സ്വന്തമാക്കുമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. നേരത്തെ മിഷൻ സൗത്ത് എന്ന രീതിയിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ സമാന രീതിയിൽ ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ ഈ സന്ദർശന വേളയിൽ ചില കാര്യങ്ങൾ നേതാക്കളെ അദ്ദേഹം ബോധ്യപ്പെടുത്തിക്കും. അതായത് മേഖലാ സന്ദർശനങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മുതിർന്ന നേതാക്കൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. നമ്മൾ തന്നെ ചില വാർത്തകളും പങ്കുവെച്ചതാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകണം, അതിൽ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരനെ അടക്കം മത്സരിപ്പിച്ചേക്കുമെന്നുള്ള ചില സൂചനകൾ, അത്തരത്തിലെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. നമ്മൾ ന്യൂസ് 18 തന്നെ പുറത്തുവിട്ട ചില വാർത്തകളായിരുന്നു. അതൊക്കെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് ഇത്തരത്തിൽ BJPയുടെ ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതികരിക്കുന്നത്. 25% വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാനാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ അമിത്ഷാ പങ്കുവച്ചിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ കൂടുതൽ സീറ്റുകൾ കൈവരിക്കാനാകുമെന്നുള്ളതാണ്. മിഷൻ 2031 പ്രതിപക്ഷത്ത് BJP എത്തുമെന്നുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ BJP ക്യാമ്പിൽ നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങൾ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പങ്കുവച്ചതാണ്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 25% വോട്ട് BJP നേടുമെന്നുള്ള ഒരു അവകാശവാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഈ ഒരു ബീഹാറിൽ 3-2 ഭൂരിപക്ഷത്തോടു കൂടി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. ഒപ്പം കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ടുകൾ ആണ് BJP കരസ്ഥമാക്കാൻ പോകുന്നത് എന്ന അവകാശവാദം കൂടിയാണ് ന്യൂസ് 18 നൽകിയിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ മുന്നണികളും. വനിതാ വോട്ടർമാരെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രചാരണ റാലികളിൽ നേതാക്കൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയിലും സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്രകടമായിരുന്നു. ബീഹാറിൽ 3.5 കോടി വനിതകളാണ് ഇത്തവണ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത്. NDA 34 സ്ത്രീകളെയും മഹാഗഡ്ബന്ധൻ 30 പേരെയും ഇത്തവണ സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കിയിരിക്കുന്നു. ബീഹാറിനായി തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക വനിതാ വോട്ടർമാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നു. മൈ ബഹൻ യോജന വഴി സ്ത്രീകൾക്ക് 2500 രൂപ പ്രതിമാസ അലവൻസ് വാഗ്ദാനം ചെയ്യുന്നു. വിധവ പെൻഷൻ 1500 രൂപയാക്കി ഉയർത്തും. ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിലെത്തിയാൽ ജീവിക ദീദിമാർക്ക് സ്ഥിരം സർക്കാർ ജോലിയെന്ന് തേജസ്വിയുടെ ഉറപ്പ്. 30,000 രൂപ പ്രതിമാസ ശമ്പളം, പലിശരഹിത വായ്പ, 5 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ. 1,21,00,000 ഗ്രാമീണ വനിതാ സംരംഭകരായ ജീവിക ദീദിമാരാണ് ബീഹാറിലുള്ളത്. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന വഴി NDA സർക്കാർ ജീവിക ദീദിമാർക്ക് 10,000 രൂപ വീതം കൈമാറിയിരുന്നു. വിധവാ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുവഴി കിട്ടേണ്ട നേട്ടം തടയാൻ ലക്ഷ്യമിട്ടാണ് മഹാസഖ്യത്തിന്റെ പ്രഖ്യാപനം. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നിതീഷ് കുമാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 95,000 ആശാപ്രവർത്തകരുടെയും 4,600 മമതാ പ്രവർത്തകരുടെയും ഓണറേറിയം നിതീഷ് വർദ്ധിപ്പിച്ചു. പിങ്ക് ടോയ്ലറ്റ്, പിങ്ക് ബസ്, ജിം ഓൺ വീൽസ്, വനിതാ മാർക്കറ്റ്, ദരിദ്ര പെൺകുട്ടികളുടെ വിവാഹത്തിന് കന്യാമണ്ഡപ്, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ, റിക്ഷകൾ വാങ്ങുന്ന സ്ത്രീകൾക്ക് സബ്സിഡി, അങ്ങനെ സ്ത്രീകൾക്കായി നിരവധി പദ്ധതികളും അവതരിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് 50% സംവരണവും പോലീസ് റിക്രൂട്ട്മെന്റിൽ 35% സംവരണവും നിതീഷ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്യാനെത്തിയത്. അതുകൊണ്ടുതന്നെ അവരുടെ പിന്തുണ പരമപ്രധാനം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.
ദേശീയ വാർത്തകളിൽ ഒപ്പം ചേർക്കേണ്ടത് മോൻത ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമുക്കതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മോൻത കവർന്നത് 6 ജീവൻ. വലിയ നാശം വിതച്ച മോൻത ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശ് തീരം വിട്ടിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ കരയിലേക്ക് പ്രവേശിച്ച ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞ് പിന്നീടത് ന്യൂനമർദ്ദമായി മാറി. മോൻതയുടെ ആഘാതത്തിൽ ആന്ധ്രാപ്രദേശിൽ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 1 ലക്ഷത്തിലധികം ഹെക്ടറിലെ കൃഷിഭൂമിയും നശിച്ചു. ഒഡീഷയിലെ 15 ജില്ലകളിൽ മഴ കേരളത്തിലും മഴയാശങ്ക തന്നെയാണ്. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ അടിമാലി ദേവികുളം മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ശക്തമായ മഴയാണ് ഈ മേഖലയിൽ പെയ്തത്. വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് അപകടത്തിൽപ്പെട്ട സന്ധ്യയുടെ കാൽ മുറിച്ചു മാറ്റി. അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുകയാണ്. ശക്തമായ മഴയുള്ളതിനാൽ മേഖലയിൽ വീണ്ടും മണ്ണിടിയുമോ എന്നാണ് ആശങ്ക. റോഡിടിഞ്ഞ സ്ഥലത്ത് രാത്രിയാത്രാ നിരോധനം തുടരുകയാണ്. എന്നാൽ പകൽ നിയന്ത്രണ വിധേയമായി വലിയ വാഹനങ്ങളടക്കം കടത്തിവിടുന്നുണ്ട്. അപകട സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റി, PWD, റവന്യൂ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗത്താണ് അപകടം സംഭവിച്ചതെങ്കിലും ഇതാണ് അപകടത്തിന് കാരണമായതെന്ന് സമ്മതിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ തയ്യാറായില്ല. അതേസമയം വീടിനു മുകളിൽ മണ്ണിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ പരുക്കേറ്റ സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചുമാറ്റി. മുട്ടിന് താഴെയാണ് മുറിച്ചുമാറ്റിയത്. അപകടത്തിൽ സന്ധ്യയുടെ ഭർത്താവ് ബിജു മരിച്ചിരുന്നു. എന്നാൽ ബിജുവിന്റെ മരണവാർത്ത സന്ധ്യയെ ഇതുവരെ അറിയിച്ചിട്ടില്ല. പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ച 8 കുടുംബങ്ങളെ കത്തിപ്പാറ KSEB ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ചരിത്രത്തിലേക്ക് പറന്ന് രാഷ്ട്രപതി. രാജ്യത്തിന്റെ അഭിമാനമായ റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹരിയാന അംബാലയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് രാഷ്ട്രപതി പറന്നുയർന്നത്. വ്യോമസേന രാജ്യത്തെ ഏറ്റവും വിദഗ്ധനായ പൈലറ്റിനെയാണ് ഈ ദൗത്യത്തിന് നിയോഗിച്ചത്. റഫാലിൽ പറക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2023 സുഖോയി 30ലും അവർ ഹ്രസ്വദൂര പറക്കൽ നടത്തിയിരുന്നു. APJ അബ്ദുൽ കലാമിനും പ്രതിഭ പാട്ടീലിനും ശേഷം യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച 3ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി. और ये तस्वीरें इस समय आपको दिखा रहे हैं जब टेक ऑफ इस समय विमान कर चुका है राफेल, जिसमें राष्ट्रपति द्रौपदी मुर्मू इस समय इसमें मौजूद हैं. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. 2026 മാർച്ച് 5 തുടങ്ങി മാർച്ച് 30 വരെയാണ് SSLC പരീക്ഷ നടക്കുക. രാവിലെ 9:30 പരീക്ഷകൾ ആരംഭിക്കും. മെയ് 8 ഫലം പ്രഖ്യാപിക്കുക. മാർച്ച് 5 മുതൽ 27 വരെ ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷകളും 2ാം വർഷം മാർച്ച് 6 മുതൽ 28 വരെയും നടക്കും. സംസ്ഥാനത്ത് 3000 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആണ് പരീക്ഷ നടക്കുകയെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. SSLC പരീക്ഷകൾ 2026 മാർച്ച് 5 ആരംഭിച്ച് മാർച്ച് 30 അവസാനിക്കും. ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി 2026 മെയ് 8. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പൊതുപരീക്ഷ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. 2ാം വർഷ പൊതുപരീക്ഷകൾ മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെ നടക്കും. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാർത്ഥിനിയെ പുതിയ സ്കൂളിൽ ചേർത്തതായി പിതാവ്. 8ാം ക്ലാസ് വിദ്യാർത്ഥി ഹിജാബ് ധരിച്ച് എത്തണമെന്ന് ആവശ്യപ്പെട്ടത് തർക്കത്തിനിടയാക്കുകയും സ്കൂൾ അടച്ചിടുകയും ചെയ്തിരുന്നു. യൂണിഫോമിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. തലയിൽ
3/4 മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്ന് ഉറപ്പുള്ള വിദ്യാലയത്തിലേക്ക് മകൾ എത്തിയെന്നായിരുന്നു പിതാവ് സമൂഹമാധ്യമത്തിൽ പ്രതികരിച്ചത്. മകൾക്കൊപ്പം ഇളയ 2 കുട്ടികളെയും സ്കൂളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഹൈക്കമാൻഡിന്റെ അന്ത്യശാസനം. അനൈക്യം തുടർന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഭിന്നിച്ച് മാറി നിന്നുകൊണ്ട് മുന്നോട്ടു പോകാനാകില്ല എന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി. അതേസമയം DCC അധ്യക്ഷന്മാരുടെയും KPCC സെക്രട്ടറിമാരുടെയും പുനഃസംഘടനയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സംസ്ഥാന കോൺഗ്രസിൽ പുകയുന്ന നേതൃത്വത്തിനിടയിലെ അമർഷം ഒടുവിൽ ഹൈക്കമാൻഡിന് മുമ്പിൽ പരസ്യമായ തുറന്നു പറച്ചിലായി. KPCCയുടെ ആദ്യഘട്ട പുനഃസംഘടനാ പട്ടിക പുറത്തു വന്നിട്ടും പുതിയ ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നേതൃയോഗം കൂടാൻ കഴിയാത്തതിൽ അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും അതൃപ്തി പരസ്യമാക്കി. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും നേതൃയോഗം മാറ്റിവെക്കാൻ ഇടയായതിൽ അമർഷം പ്രകടിപ്പിച്ചതായാണ് സൂചന. KPCCയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തന്നോട് കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചു. സംസ്ഥാനത്ത് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് KPCC അധ്യക്ഷനല്ലെന്നും വർക്കിംഗ് പ്രസിഡന്റുമാർ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തതായും സതീശൻ നേതൃത്വത്തെ നിലപാടറിയിച്ചതായാണ് വിവരം. അതേസമയം K. സുധാകരൻ KPCC അധ്യക്ഷനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നിസ്സഹകരണം സണ്ണി ജോസഫിനോടും പ്രതിപക്ഷ നേതാവ് തുടരുകയാണെന്ന് നേതാക്കളിൽ ചിലർ ഹൈക്കമാൻഡിനെ അറിയിച്ചു. മല്ലികാർജ്ജുന ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും പ്രത്യേകം ചർച്ച നടത്തിയ ശശി തരൂരും ഐക്യം കൂടാതെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കങ്ങളിൽ വിയോജിപ്പ് പരസ്യമാക്കി. അതേസമയം DCC അധ്യക്ഷന്മാരുടെയും KPCC സെക്രട്ടറിമാരുടെയും പുനഃസംഘടനാ പട്ടിക തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കാനാകുമോ എന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കേരള കോൺഗ്രസിന്റെ തട്ടകമായ പാലാ തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിൽ UDF നേതൃത്വം. മാണി ഗ്രൂപ്പിന്റെ കരുത്തിൽ പാലാ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് ഇടതുമുന്നണി. ചെയർമാൻ പദവി വനിതാ സംവരണമായ സാഹചര്യത്തിൽ നിഷ ജോസ് കെ മാണി കളത്തിൽ ഇറങ്ങും എന്ന അഭ്യൂഹവും പ്രചരിക്കുന്നുണ്ട്. 26-ൽ 17 സീറ്റ് നേടിയായിരുന്നു കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് കോട്ടയത്ത് എവിടെ എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമായി മാറുകയാണ് പാലാ നഗരസഭ. കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ കരുത്തിൽ, ജോസ് കെ മാണി വിഭാഗത്തിന്റെ കരുത്തിലായിരുന്നു ഇടതുമുന്നണി വർഷങ്ങൾക്ക് ശേഷം പാലാ നഗരസഭ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ഭരണം നിലനിർത്താനാകുമോ അതോ UDF വളരെ ചെറിയ വോട്ടുകൾക്ക് നിരവധി വാർഡുകളിൽ തോറ്റിരുന്നു, ആ വാർഡുകളെല്ലാം പിടിച്ചുകൊണ്ട് വീണ്ടും UDFിലേക്ക് പാലാ നഗരസഭ എത്തുമോ? ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇതിനിടെയാണ് നിഷ ജോസ് കെ മാണി പാലായിൽ മത്സരത്തിനിറങ്ങുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ മത്സരിച്ച് വിജയിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. അതിന് പ്രധാന കാരണമായി ഉയർന്നു വരുന്നത് ഇതൊരു വനിതാ സംവരണ സീറ്റായി മാറിയിരിക്കുന്നു. നിഷ ജോസ് കെ മാണി ജയിച്ചാൽ സ്വാഭാവികമായും നഗരസഭാ അധ്യക്ഷയായി മാറും എന്നതാണ് പ്രചരിക്കുന്ന അഭ്യൂഹം. എന്തായാലും നിലവിൽ ഇതിനില്ല എന്ന നിലപാടാണ് നിഷ ജോസ് കെ മാണി പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് നിഷ ഇറങ്ങിയാൽ അത് കൂടുതൽ ഗുണം ചെയ്യും. കഴിഞ്ഞ തവണ പല സീറ്റിലും ചെറിയ വോട്ടിനാണ് തോറ്റത്. അതുകൊണ്ട് തന്നെ UDFന് ഇത് ഗുണമായി, LDFന് ഇത് ഗുണമായി മാറും എന്ന ചർച്ചകളും പാർട്ടിക്കുള്ളിലും അത്തരം അഭിപ്രായമുള്ളവർ ഉണ്ട്. UDFിൽ ഉള്ളവരും നിഷ ഒരുപക്ഷെ ഇറങ്ങിയേക്കും എന്ന കരുതലിലാണ് കളം ഒരുക്കുന്നത്. എന്തായാലും ഇത്തവണ കടുത്ത പോരാട്ടം പാലായിൽ നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം പല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ജോസ് കെ മാണി ഒരു ഘട്ടത്തിൽ കടുത്തുരുതിയിലേക്ക് മാറുമോ എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാലാ നഗരസഭ ലഭിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാല ഉൾപ്പെടെയുള്ളവരിൽ പിന്നോട്ട് പോയാൽ അത് ഒരുപക്ഷെ ജോസ് വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന കാരണമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോകുമ്പോൾ അവകാശവാദം ആവർത്തിക്കുകയാണ് ട്രംപ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചത് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാണിജ്യ കരാർ നിർത്തലാക്കുമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയെന്നും മോദി അതിന് വഴങ്ങിയെന്നുമാണ് ട്രംപ് പറയുന്നത്. മോദി സുന്ദരനും കർക്കശക്കാരനുമാണ് എന്നും പാകിസ്ഥാൻ അടുത്ത സുഹൃത്താണ് എന്നും ട്രംപ് പറയുന്നു. അതേസമയം ട്രംപിന്റെ പരാമർശം മോദിക്കെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ലോകത്തെവിടെ പോയാലും വിളിച്ചു പറയുന്ന ട്രംപ് സൗത്ത് കൊറിയയിലും പതിവ് തെറ്റിച്ചില്ല. ഇത്തവണ മോദിയുമായുള്ള ഫോൺ സംഭാഷണം ട്രംപ് അതുപോലെ ആവർത്തിച്ചു. Prime Minister Modi is the nicest looking guy. He says, "Oh, and he looks like you'd like to have your father. Like he's a killer. He's tough as hell."
no, we will fight. I said, whoa, this is the same man that I know. But after a little while, and they're good people, and after literally 2 days, they called up and they said, we understand, and they stopped fighting. How is that? Isn't that amazing? Now, you think Biden would have done that? I don't think so. Most people wouldn't have thought of it, but, you know, they wouldn't have thought of it. No, but here we are, we're doing deals. So you add an extra sentence. ആണവ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ 7 യുദ്ധവിമാനങ്ങളാണ് തകർന്നത്. സംഘർഷം ഒഴിവാക്കാൻ ഇരു രാജ്യത്തെയും നേതാക്കളോട് സംസാരിച്ചെങ്കിലും വഴങ്ങിയില്ല. തുടർന്ന് വാണിജ്യ കരാർ നിർത്തലാക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ മോദി തന്റെ വഴിക്ക് വന്നു, ഒപ്പം പാകിസ്ഥാനും. കൂടാതെ തന്റെ നല്ല സുഹൃത്തായ മോദി സുന്ദരനെന്നും കർക്കശക്കാരനാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. സംഘർഷം അവസാനിപ്പിക്കാൻ മൂന്നാമതൊരാൾ ഇടപെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ പലതവണ പറഞ്ഞെങ്കിലും ട്രംപ് തന്റെ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അതേസമയം ട്രംപിന്റെ പരാമർശത്തിന് പിന്നാലെ കേന്ദ്രത്തെ പരിഹസിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഓപ്പറേഷൻ സിന്ദൂർ നിർത്താൻ ഇടപെട്ടുവെന്ന് 56ാമത്തെ തവണയും ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ 55 നേതാവ് മിണ്ടുന്നില്ലെന്നാണ് ജയറാം രമേശിന്റെ പരിഹാസം. വിഷയത്തിൽ BJPയോ കേന്ദ്ര സർക്കാരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, News 18. ന്യൂസ് at 9 പൂർണ്ണമാകുന്നു. നമസ്കാരം.